കാൽവിൻ പെർഫ്യൂംസിൻ്റെ 22ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിലിം ബേസ്ഡ് ആയിട്ട് ഫിലിമിൽ അവതരിപ്പിച്ച ഒരു പെർഫ്യൂമിനെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലും പരിചയപ്പെടുത്തുന്നത്. മാർക്കോ മൂവി കാണാത്ത ആരും തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ ഇപ്പം ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. വയലൻസ് കൊണ്ടും മാസ് ഡയലോഗുകൾ കൊണ്ടും സിനിമയിൽ ഒരു ദൃശ്യാവതാരണം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഒരു മൂവി. മലയാളത്തിൽ അത് ഒരു പുതുമയാണ് എല്ലാവർക്കും. അങ്ങനത്തെ ഒരു മൂവിയിലെ വില്ലൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം ഇന്നതാണ് എന്ന് പറയുന്ന ആ സിനിമയിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ഏത് പെർഫ്യൂമാണെന്ന്. സെർജോഫിൻ്റെ എർബാപുര എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. ആക്ച്വലി സെർജോഫ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതൊരു നീഷ് പെർഫ്യൂമാണ്. നീഷ് പെർഫ്യൂം എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ അങ്ങനെ സുലഭമായി കിട്ടാത്തൊരു പെർഫ്യൂം. അവരുടേതായ ഒരു ചാനലിലൂടെ ആയിരിക്കും എപ്പോഴും നീഷ് പെർഫ്യൂംസ് വിൽക്കുക. അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് സെർജോഫിൻ്റെ എർബാപുര. ഏതാണ്ട് 2013 റിലീസ് ചെയ്ത ഒരു ഇറ്റാലിയൻ പെർഫ്യൂമാണ് ഇത്. ഞാൻ നേരത്തെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂക്കയൊക്കെ ഇതായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് എവിടെയൊക്കെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. സെർജോഫിൻ്റെ എർബാപുര ഇതൊരു ഫ്രൂട്ടി വൈബാണ്. ആണുങ്ങൾക്ക് ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം, ബോത്ത് യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് നോട്ട് ഫ്രൂട്ടിയാണ്, മിഡിൽ നോട്ട് ഫ്രൂട്ടിയാണ്, ബേസ് നോട്ടും ഫ്രൂട്ടിയാണ്. എല്ലാം ഒരു ഫ്രൂട്ടി വൈബാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു വേറെ പ്രത്യേകതയുണ്ട്. ഈ ഫ്രൂട്ട്സ് ഒന്നും തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് കേരളീയർക്ക് സുപരിചിതമായിട്ടുള്ള ഫ്രൂട്ട്സേ അല്ല. ഇത് കംപ്ലീറ്റ്ലി ഇറ്റാലിയൻ ഫ്രൂട്ട്സ് ആണ്. അവിടുത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെർഫ്യൂമാണ്. നമുക്ക് ആകെ അതിനകത്ത് മനസ്സിലാവുന്ന 1-2 ഓറഞ്ചിൻ്റെ നോട്ട്സുകൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് സ്മെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു പുതുമയാണ് ഈ പെർഫ്യൂം, ഒരു യുണീക്ക്നെസ് ഉണ്ടാക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഈ പെർഫ്യൂമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പെർഫ്യൂമിൻ്റെ വില ഇത്തിരി താങ്ങാൻ പറ്റുന്ന വിലയല്ല. ഒരു 20,000-25,000 റുപ്പീസിൻ്റെ ഇടയിൽ വില വരുന്നൊരു പെർഫ്യൂമാണ്. സാധാരണക്കാരന് പറ്റുന്നൊരു പെർഫ്യൂമല്ല. പക്ഷേ ഞങ്ങൾ ഷോപ്പിൽ അത് എൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓൺലൈനായിട്ട് കൊറിയറായിട്ട് അയച്ചു തരുന്നതിനും കുഴപ്പമില്ല. കോൺടാക്ട് ചെയ്താൽ മതി, എന്നെ വിളിച്ചാൽ മതി. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു പെർഫ്യൂം പരിചയപ്പെടുത്തുന്നവരെ എല്ലാവർക്കും ടാറ്റ.